യുവർ ഓണർ, ചുട്ടുപൊള്ളുന്ന ഒരു ദോശക്കല്ലിൽ തട്ടിത്തൂവിയ വെള്ളം പോലെ മനസ്സിൽ ശകാശക എന്ന് പതഞ്ഞു പൊന്നുന്ന പകയുടെ പാഷാണ ധൂമത്തിൽ നിരപരാധിയും നിർദോഷിയും നിസ്സഹായനുമായ ഒരു സാധു മനുഷ്യനെ നിയമവ്യവസ്ഥയ്ക്ക് ബലി കൊടുക്കുവാനും തദ്വാര ജീവിതത്തിന്റെ അനന്തമായ ആകാശച്ചെരിവിൽ വച്ചടി വിജയത്തിന്റെ റോക്കറ്റ് മാത്രം വിക്ഷേപിച്ച് പരിചയമുള്ള പാവം ഒരു അന്തർമുഖനായ അയൽവാസിയെ തച്ചു തകർക്കാൻ നടത്തിയ അതിക്രൂരമായ ഒരു ഗൂഢാലോചനയുടെ സുഖപ്രസവമാണ് ഈ കേസ്. പിറക്കാനിരിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെയോ അതല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന ഒരു പടുവൃതന്റെയോ പരിശുദ്ധി മാത്രം കൈമുതലായുള്ള എന്റെ കക്ഷി വെട്ടുവഴി കുട്ടമ്പള്ള പട്ടാപകൽ പട്ടയടിച്ച് വെട്ടുകത്തിയുമായി വീട്ടിൽ കയറി വീട്ടുടമസ്ഥനെ ചെകിട്ടിൽ പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് തീർത്തും കെട്ടിച്ചമച്ച പൊട്ടിപ്പൊളിഞ്ഞു പോകാവുന്ന ഒരു ആരോപണം മാത്രമാണെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും. അതുകൊണ്ട് സത്യം ബോധ്യപ്പെടുത്തുവാനായി ഈ കേസിലെ വാദിയെ വിസ്തരിക്കുവാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിച്ചാലും. എന്താ പേര്? കൊച്ചികൃഷ്ണൻ, കുളത്തൂർ കൊച്ചികൃഷ്ണൻ. ഗുഡ്. അച്ഛൻ? മരിച്ചുപോയി. വെരി ഗുഡ്. ബൈ ദ ബൈ, മിസ്റ്റർ കൊച്ചികൃഷ്ണന്റെ സ്വഭാവം എങ്ങനെയാ? ഞാനൊരു മാന്യനാ. മാന്യനാകും മുമ്പ് എങ്ങനെയായിരുന്നു സ്വഭാവം? ചാരായ ഷാപ്പ് നടത്തുകയായിരുന്നു. സർക്കാർ പൂട്ടിച്ച് മാന്യനാക്കിയതാ. ഗുഡ്. ഷാപ്പ് പൂട്ടിയ ദിവസം കേസിന് ആസ്പദമായ സംഭവം എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ക്രമം തന്നെ ഒന്ന് പറയൂ. ഷാപ്പ് പൂട്ടിയ ദിവസം ഏപ്രിൽ 1 ആയിരുന്നു. ഷാപ്പ് പൂട്ടാൻ ഇതിൽ നല്ല ദിവസം വേറെ ഉണ്ടോ? യെസ്, പ്രൊസീഡ്. അന്ന് വൈകുന്നേരം ഞാനും ഭാര്യയും കൂടെ ഷാപ്പ് പൂട്ടിയ കാര്യം അയവറയ്ക്ക് വീട്ടിന്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് വെട്ടുവഴി നാറുന്ന പട്ടയടിച്ച് വെട്ടുകത്തിയുമായി വീട്ടിൽ കയറി വന്നത്. വെട്ടുവഴി പട്ടയടിച്ചാലുടൻ വെട്ടുകത്തിയുമായി നിങ്ങളുടെ വീട്ടിൽ കയറി വരാൻ നിങ്ങൾ ആരാ? മദ്യനിരോധന പ്രവർത്തകനോ? പട്ടയുടെ കട്ടുമൂത്തപ്പോ വന്നതാ. എന്നിട്ട് ചോദിക്കുക, എന്തിനാടാ ഷാപ്പടച്ചതെന്ന്. അത് ഞാൻ എക്സൈസ് മന്ത്രിയോട് പറഞ്ഞോളാമെന്ന് മറുപടിയും പറഞ്ഞു. പറഞ്ഞ് തീരണതിന് മുമ്പ് എന്റെ കവിളിലോട്ടൊന്ന് പൊട്ടിച്ചു. എന്നിട്ടെന്താ, പലരെണ്ണം പോയി. വെരി ഗുഡ്. അടിച്ചത് കൈകൊണ്ടാ? എവിടെ നിന്ന് അടിച്ചത്? നേരെ കൺമുമ്പിൽ നിന്ന്. ഏത് കൈകൊണ്ട്? വലത് കൈകൊണ്ട്. ഏത് കവിളിൽ? വലത് കവിളിൽ. അതൊന്ന് കാണിച്ചേൻ. അവിടെ തന്നെയാണല്ലോ? ഉറപ്പാണല്ലോ? എന്റെ 8 കുട്ടികളാണ് സത്യം, ഉറപ്പാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. സാക്ഷി വഴി വിശ്വസിക്കാനാവുന്നില്ല. എന്റെ കക്ഷി വലത് കൈ കൊണ്ട് വലത്തേ കവിളിൽ അടിച്ചു എന്നാണ് പറയുന്നത്. വലത് കൈ കൊണ്ട് ഒരാളെ ഓങ്ങി അടിച്ചാൽ അയാളുടെ ഇടതേ കവിളിൽ കൊള്ളൂ. ദിസ് ഈസ് എ ഹിമാലയൻ ഓർ ആനമുടി ബ്ലണ്ടർ. സത്യമായും അടിച്ചതാണ് യുവർ ഓണർ. ഓഹോ, അത്രയ്ക്ക് ഉറപ്പാണോ? എങ്കിലും ഒരു കാര്യം ചെയ്യൂ, ആ വലത് കൈ കൊണ്ട് എന്റെ വലതേ കവിളിൽ അടിച്ചു കാണിക്കൂ. ആനടിക്കൂ. കോടതിക്ക് സത്യം ബോധ്യപ്പെടുത്താൻ നേരമായി. മടിച്ചു നിൽക്കാതെ അടിച്ചു തീർക്കൂ. പല്ലുള്ളത് പോയോ? ഇപ്പൊ മനസ്സിലായോ നിന്നെ എന്താ കേസ് വാദിക്കാൻ കോടതിയിലേക്കത്തതെന്ന്? എനിക്കെന്നല്ല, ഒരു സീനിയറിനും നിന്നെ വിശ്വസിച്ച് കേസ് ഏൽപ്പിക്കാൻ പറ്റില്ല. അതിനെ ലാപ്പായിന്റ് അറിയണം. പുറം കൈ കൊണ്ടടിച്ച വലത് കൈയായാലും വലത് കവിളിൽ തന്നെ കൃത്യം കൊള്ളും. അതറിയാത്തവൻ കേസ് വാദിക്കാൻ കോടതിയിൽ പോയാ പാവം പ്രതിക്ക് അഴി ഉറപ്പാ. ഇത് കഷ്ടാണ് സാർ. ഞാൻ സാറിന്റെ ജൂനിയർ ആയിട്ട് ഇപ്പൊ കൊല്ലം 5 ആയില്ലേ. സീനിയറിന് സമയമില്ല, കേസ് നീട്ടിവെക്കണം എന്നൊരു അവധി പറയാൻ, ഒരു പ്രേ ഫോർ ടൈം. അതിനു വേണ്ടിയെങ്കിലും സാർ കോടതി കാണിച്ചിട്ടുണ്ടോ? ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം, ഏതെങ്കിലും ഒരു കേസ് നിന്നെ സ്വതന്ത്രമായി ഏൽപ്പിക്കണമെങ്കിൽ ആദ്യം ആ കേസ് എന്റെ മുമ്പിൽ വാദിച്ച് ജയിക്കണം. അല്ലെങ്കിൽ ഈ ജന്മം നിനക്ക് കോടതിയിൽ പോകാമെന്നുള്ള ബോധി അങ്ങ് കളഞ്ഞേരെ. തൽക്കാലം വെട്ടുവഴിയുടെ കേസ് ഞാൻ വാദിച്ചോളാം. മേ ഐ കമിങ് ഇഫ് യു വാണ്ട്. സോറി സാർ, സാറ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. കമ്പനി വക്കീലിനൊരു വെയിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയ. സാർ അങ്ങോട്ട് ഇരിക്കണം. സാർ, അത് വെട്ടുവഴിയുടെ കേസ്. ശരി. ഇയാളുടെ കവിളിൽ എന്താ കടന്നൽ കുത്തിയോ? അത് വെട്ടുവഴി വെട്ടിച്ചതാ. അഡ്വക്കേറ്റ് PK ശിവകുമാറിന് കോടതിയിൽ പോകാൻ ഒരു പൂതി. അത് രാവിലെ ഞാൻ അങ്ങ് തീർന്നു. അത് വളരെ നന്നായി. ഞാൻ ഇന്നാള് പറയണമെന്ന് വിചാരിച്ചതാ. എന്താ സാർ പിന്നെ പറയാത്തത്? എന്താ? പിന്നെ ഇതാണ് ടാർജറ്റ്, ഇത് ടേൺ ഓവർ. ഈ എഗ്രിമെന്റിന് താൻ ഒരു ലീഗൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം. മനസ്സിലായോ? ഈ ആഴ്ച തന്നെ കിട്ടണം. പിടിച്ചോ. എവിടെ കിട്ടിയേ? അതൊന്നും കാണിച്ചു കൊടുത്തേ. ഓർമ്മയില്ലാന്നോ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ടല്ലേ? എന്താ ഇത്ര വൈകിയേ? നീ പിണങ്ങിയോ? എന്റെ സീതാലക്ഷ്മി, ആ വക്കീലിനെ ഒന്ന് കാണാൻ പോയതാ. ദേ, നീ മാപ്പാക്കണം. നോക്കട്ടെ. നാശം, ഈ സമയത്ത് തന്നെ അടിക്കണം. ഹലോ, രമേന്ദ് പേசுறே. അയ്യോ, അത് നാത്തൂനാ, മദിരാശിന്നാവും. ചേട്ടൻ ഉറക്കമായിരുന്നോ?
അതറിയാനാണോ ഈ പാതിരാത്രി നീ ഇങ്ങോട്ട് വിളിച്ചത്? ഞാൻ അങ്ങോട്ട് വിളിക്കാം. അതെ, അയ്യോ ഫോൺ വെക്കാതെ. ഞാൻ മരിക്കാൻ പോവാ. എനിക്കിനി ജീവിക്കണ്ട ഏട്ടാ. കണവനാ നനച്ച് ഇത്ര നാള് ഞാൻ ക്ഷമിച്ചു. ഇനി എനിക്ക് വയ്യ. അതെ, ഞാനിപ്പോ ചാവും. ദമയന്തി, നീ ഭ്രാന്ത് പറയാതെ. എനിക്ക് ജീവിതം മടുത്തിയേട്ടാ. എന്റെ കണക്കൂട്ടലുകളെല്ലാം പിഴച്ചു. അയ്യോ, ഇന്താണ് ശരിപ്പെട്ടു വരാത്. നിനക്ക് അയാളെ വേണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ. ചേട്ടന് നാത്തൂന് ബുദ്ധിമുട്ടാവും. അയ്യോ, എനിക്കൊരു ബുദ്ധിമുട്ടില്ല സീതാലക്ഷ്മി, നീ പറഞ്ഞോട്ടെ. എന്റെ നാത്തൂനെ അവ്യയം കാണിക്കല്ലേ. ഇങ്ങു പോരെ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ഇത് എവിടുന്നാ വിളിക്കുന്നേ? മദ്രാശിന്നാ? നീ ഇങ്ങോട്ട് തന്നെ. ഇത് എവിടുന്ന വിളിക്കണേ? മദ്രാസിന്നാണോ? പിന്നെ എവിടുന്നാ? അടുത്തെന്ന് പറഞ്ഞാൽ? തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ? ഏത് വാതില്? എവിടുന്നാ? ഈ ബെഡ്റൂമിന്റെ മുമ്പിൽ നിന്നു. നിനക്കെന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? മനുഷ്യനെ ഒട്ടുപിടിപ്പിക്കാൻ. ഒരു മാസം തികയുന്നതിന് മുമ്പ് വീണ്ടും വഴക്കടിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാ ഒന്ന് ടെസ്റ്റ് ചെയ്താ. ഇനി എന്നാ മടക്കം? ഇനി പോകുന്നില്ല. അത് നിൻ സ്ഥിരം പല്ലവിയല്ലേ? അയ്യോ, ഇത് അതുപോലല്ല. ഇനി ഞാൻ മദ്രാശിയിൽ പോയ ശെൽവത്തിനെ ഞാൻ കൊല്ലും. അത്രക്ക് ക്ഷമിച്ചു ചേട്ടാ. ഇന്നലെ നിസ്സാര ഒരു കാര്യത്തിനാ ഞങ്ങൾ തമ്മിൽ ഉടക്കിയതേ. ചേട്ടൻ കേട്ടോണേ. അതെ, നമ്മളൊക്കെ ചായക്ക് പഞ്ചസാരയല്ലേ ഇടുന്നേ. അപ്പൊ ലേശം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ഞാൻ ഒരല്പം ഉപ്പിട്ടു. അപ്പൊ തന്നെ കുടിച്ച ചായന്റെ മുഖത്തോട് തുപ്പ്. ഞാൻ വെട്ടിക്കൊല്ലാൻ വാളെടുത്തതാ. ഉടനെ ഒരു പറച്ചില്, അമ്മാ നീ ഡിവോഴ്സ് വാങ്ങി പോമാന്ന്. ആ സെക്കൻഡിൽ ഈ പെട്ടി മൊബൈലോട് ഞാൻ വണ്ടി കയറിയതാ. നിന്നോട് ആരെങ്കിലും പറഞ്ഞു അവന്റെ കൂടെ ഒളിച്ചോടി പോവാൻ? അതിന് നേരെ ഓടാൻ ചേട്ടൻ സമ്മതിക്കുവോ? ഞാനിങ്ങനെ വീട്ടിനകത്ത് ഭൂത്തുലഞ്ഞ് നിന്നിട്ട് ചേട്ടൻ കണ്ട ഭാവം നടിച്ചോ? നാട്ടിൽ എത്രയോ ചെറുപ്പക്കാരുണ്ട്, പക്ഷെ ദമയന്തിക്ക് മാത്രം ചെറുക്കനില്ല. എനിക്ക് എന്താ ഒരു കുറവ്? കാണാൻ നല്ല ഗ്ലാമറല്ലേ? ഇല്ലേ? അപ്പൊ ചേട്ടന് ബിസിനസ് മാത്രം മതിയായിരുന്നു. തിരക്കൊക്കെ കഴിഞ്ഞ് എന്നെ കെട്ടിക്കാൻ നേരെ ആവുമ്പോഴത്തേക്കും എന്റെ സ്ത്രീജന്മം മൂടോടെ പാഴായി പോകത്തില്ലേ? തലയ്ക്ക് സുഖമില്ലാണ്ട എന്താ ചെയ്യാ? അയാൾക്ക് പോയോ നാത്തൂനെ? ഞാനും ഒരു പെണ്ണല്ലേ. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പ്രായത്തിൽ എന്തിനാ പിടിച്ച് കെട്ടിക്കുന്നത്? അതുകൊണ്ടാ കമ്പനി വന്ന പാണ്ഡ്യയുടെ കൂടെ ഞാൻ ഒളിച്ചോടിയത്. ചേട്ടനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് മതിയായിരുന്നു. അതെ, തമിഴ് പണ്ടേ എന്റെ ഒരു വീക്ക്നെസ് ആ നാത്തൂനെ. അയാള് പച്ചവെള്ളം പോലെ തമിഴ് പറയുന്ന കേട്ടപ്പോഴേ അയ്യോ എന്റെ കരളങ്ങ് വെള്ളമായി പോയി. പിന്നൊന്നും ആലോചിച്ചില്ല, അയാളുടെ ഞാനങ്ങ് ഒളിച്ചോടി. അതെ, തമിഴ്നാട്ടിൽ ഭിക്ഷക്കാരി പോലും തമിഴാ പറയുന്നേ. അയ്യോ, സംസാരിച്ച് നിൽക്കാറെ നാത്തുമ്പോ എനിക്ക് വിശക്കുന്നു. വാ. അയ്യോ, രേണുമോൾ എവിടെ? തലവേദനയാണെന്ന് പറഞ്ഞ് നേരത്തെ കിടന്നു. കുഴപ്പമില്ല, ഞാൻ രാവിലെ കണ്ടോളാം. നീ എപ്പോ വന്നേ? ഞാൻ രാവിലെ വന്നു. ആന്റി എവിടുന്ന് ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, ട്രെയിനിൽ 10,000 പേരുണ്ടായിരുന്നു. അതുപോലെ ഇനി വിശക്കുന്നേ വല്ലതും കഴിച്ചിട്ട് വരാം. നാത്തുമ്പ എടാ. Many many happy returns of the day. Thank you. Happy birthday. എപ്പോഴിങ്ങനെ ബാലേട്ടൻ വെറുതെ ടെൻഷൻ അടുപ്പിക്കും. ഇന്നലെ രാത്രി കൂടി ഫോൺ ചെയ്തതാ ഷാർപ്പ് 9 എത്തുമെന്ന്. ഇപ്പൊ ദേ മണി 10 വിളിച്ചോണ്ട് വരാൻ പോയി ശിവേട്ടിനെ കാണുന്നില്ല. ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങൾ എത്തണ്ടേ രേണു? ഈ വാന ഒരു കാര്യം പറയട്ടെ. വാന്ന് ബാംഗ്ലൂർ വെച്ച് കാർ റാലി നടക്കുമ്പോ ഫസ്റ്റ് കിട്ടാനുള്ള ആക്രാന്തത്തിനിടയിൽ അച്ഛൻ പേടിക്കണ്ട. എന്താ ഇതൊക്കെ? അതെ, ഈ വിദ്യ പ്രയോഗിച്ചതുകൊണ്ടാ ഇപ്പോഴെങ്കിലും ഇങ്ങ് വന്ന് പറ്റിയത്. കർണാടക ബോർഡർ കഴിഞ്ഞപ്പോ അവിടെ മലബാർ മേഖലയിൽ ഒരു മിന്നൽ ബന്ദ്, ഒറ്റ വണ്ടിയും വിടില്ല. ഞാൻ പിന്നെ ജീവനുള്ളവരെ വഴി തടയും, പക്ഷെ ശവത്തിന് മാത്രം ഒരു പ്രിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയ ബുദ്ധിയാ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? നന്നായി. പ്രവാസത്തിൽ കൂടുന്നുണ്ട്. അഭിനന്ദിക്കാനുള്ളതിന് നമസ്കാരം സാറേ. All of you come here.
എവിടെ പുതിയ കമ്പനിയുടെ രേഖകൾ? എനിക്ക് കമ്പനി ഒന്നുമില്ല, കമ്പനി ഉള്ളത് ഇവർക്കാ. ആ ഡോക്യുമെന്റ്സ് എല്ലാം കീർത്തിയം. ഗുഡ്. അടിയിലൂടെ എന്തെങ്കിലും പാരയുണ്ടോ എന്ന് ഞാൻ പിന്നീട് നോക്കിക്കോളാം. എന്തായാലും കമ്പനിയോട് നോക്കിക്കോളൂ. ആ മിസ്റ്റർ അഥവർണൻ, മനസ്സിലായില്ലേ? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡെറ്റർ, കടക്കാരൻ. ഇയാൾ ഉത്തമർണൻ, ക്രെഡിറ്റർ, അതായത് കാശ് കിട്ടാനുള്ള വ്യക്തി. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അധമർണനും ഉത്തമർണനും ഞൊടിയിടയിൽ മറുപടി തരണം. അതായത് ആലോചിച്ച് കള്ളം പറയരുത്. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ആലോചിച്ച് കള്ളം പറയരുതെന്ന്. നോ, ആലോചിക്കാതെയും കള്ളം പറയരുത്. നിങ്ങൾ കമ്പനി വിടുമ്പോ എത്രയായിരുന്നു കമ്പനിയുടെ കടബാധ്യത? 2 കോടി. ലിക്വിഡ് ക്യാഷ് ഓർ സോളിഡ് കൈൻഡ്? 2 കൂടി. കമ്പനിയിൽ പോകാതിരുന്നിട്ടും മേനോന്റെ മകളുടെ കല്യാണത്തിനു വേണ്ടി ബാങ്കിൽ ഇട്ടിരുന്ന 20 ലക്ഷം രൂപയും പിൻവലിച്ചല്ലോ. തലയാട്ടിയാ പോരാ, എനിക്ക് ആടാത്ത മറുപടിയാണ് വേണ്ടത്. ആ തുക നിങ്ങൾ എന്താവശ്യത്തിന് ചെലവഴിച്ചു? കമ്പനിയുടെ കടങ്ങൾ വീട്ടാൻ. കറക്റ്റ്, എല്ലാം കോടതി പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. പക്ഷേ എനിക്കതല്ല വേണ്ടത്. നിങ്ങളൊരു സൂത്രശാലിയാണെന്ന് എനിക്കറിയാം. ദൈവമേ, ഞാനോ? ആരോട് ചോദിച്ചാലും എന്നെ കുറിച്ച് അറിയാം. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. തുറക്കുന്നേ കൊള്ളാം, മലർന്ന് കീറി പോകരുത്. പുസ്തകം അടച്ചു വെക്കൂ. ബൈ സർവ്വ സ്വത്തുക്കളും സ്വന്തം ഭാര്യയ്ക്ക് ഒരു അർദ്ധരാത്രിയിൽ ഇഷ്ടദാനമായി എഴുതി കൊടുക്കാൻ മിസ്റ്റർ നായരെ പ്രേരിപ്പിച്ച തരളിത വികാരം എന്താണ്? സീത സ്നേഹപൂർവ്വം എന്നെ നിർബന്ധിച്ചു. എപ്പോൾ, എവിടെ വെച്ച്? ഇടപ്പറയിൽ. ആ നേരത്ത്. എന്നിട്ട് രണ്ടുപേരും കൂടി ജോയിന്റ് പെറ്റീഷൻ കൊടുത്ത് ഡിവോഴ്സും ചെയ്തു. താങ്ക് യു. യുവർ ആർഗ്യുമെന്റ്സ് ആർ എക്സാജറേറ്റഡ്, കാപ്രീഷ്യസ് ആൻഡ് റിഡിക്യുലസ്. സൂക്ഷിക്കണം. മിസ്റ്റർ ബാലേന്ദ്രൻ, പ്രധാന ഉത്തമർണൻ, ഇയാൾ പറഞ്ഞതൊക്കെ ശരിയാണോ? പച്ചക്കള്ളമാണ് സർ. ഞങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ചതിയും ഗൂഢാലോചനയുമാണ് ഇതിന്റെ പിന്നിൽ. ഫ്രോഡുലന്റ് മിസ്റെപ്രസന്റേഷൻ ഓഫ് ഫാക്ട്സ്, IPC സെക്ഷൻ 4. വകുപ്പുകൾ ഞാൻ പറഞ്ഞോളാം, അതെന്റെ ഇഷ്ടം പോലുണ്ട്. ബാർബർക്ക് രോമത്തിന് പഞ്ഞുണ്ടാവില്ലല്ലോ. മിസ്റ്റർ ബാലേന്ദ്രൻ, ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കടബാധ്യതകൾ തീർക്കാൻ നിവൃത്തിയില്ലാതെ പാപ്പരായ ഒരു സാധു മനുഷ്യനെ കോടതി വ്യവഹാരങ്ങളിലൂടെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് ഈ ഹർജി എന്ന് കോടതിക്ക് ബോധ്യം വന്നാൽ സെക്ഷൻ 468 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം നിങ്ങൾക്ക് കിട്ടും 3 വർഷം തടവും കൂടെ നല്ല പിഴയും. ഈ ഫോളോ മീ. അത് മതി സാർ. പ്ലീസ്. ഞങ്ങളുടെ പൈസ തിരിച്ചു കിട്ടുമോ സാർ? ലെറ്റ് മീ സീ. മിസ്റ്റർ നായർ, ഭയപ്പെടണ്ട. ഇഷ്ടദാനം എഴുതിയതും വിവാഹമോചനം വഴി പാപ്പരായതും നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെടാനാണെന്ന് കോടതിക്ക് ബോധ്യം വന്നാൽ സെക്ഷൻ 4 ഓഫ് ഇൻസോൾവൻസി ആക്ട് പ്രകാരം നിങ്ങളുടെ സകല വസ്തുവകകളും കോടതി ഏറ്റെടുത്ത് ഇവർക്ക് വിതരണം ചെയ്യും. യു അണ്ടർസ്റ്റാൻഡ്? എല്ലാവർക്കും പോകാം. ഞാൻ വിളിക്കുമ്പോ വരണം. ചിലപ്പോ വിളിക്കാതെയും വരേണ്ടി വരും. ഞാനൊരു പാവം നായരാണ് സാർ. കമ്മീഷനെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. യു അണ്ടർസ്റ്റാൻഡ്? യു ഗോ മാൻ. ഒരു അത് മതി, അത് മതി. ഞാനിപ്പോ സുന്ദരാക്കി തരാം. വേണ്ട, വേണ്ടെന്ന് പറഞ്ഞില്ല. നന്നായിട്ടുണ്ട്. ആരാത്? വേണ്ടപ്പെട്ട ഒരാളാ. വേണ്ടപ്പെട്ട ആളാന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ട ഒരാള്. അവന്റെ ചില സമയത്ത് തമാശകൾ കാണണം, നീ കണ്ടല്ലേ? ഇതിനകത്ത് എന്താണ് ബിസിനസ്? അത് കൊള്ളാം. പാതിരാത്രിക്ക് എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് ചോദിക്ക ഇതിനകത്ത് എന്താ ബിസിനസ്? ഇത് നിങ്ങളുടെ വീടാണെന്നോ? അപ്പൊ പാപ്പരാകാൻ വേണ്ടി കോടതിയിൽ പറഞ്ഞതൊക്കെ പച്ച കള്ളമാണെന്നോ? ഏതാ ഉമ്മൻ? ഉമ്മനോ? ഉമ്മനല്ല, ഉമൺ, സ്ത്രീ. അതെന്റെ ഭാര്യ. ആ മുഖം എല്ലാത്തിനും അതിനുണ്ട്. ഞങ്ങളുടെ കിടപ്പുമുറി വന്നിട്ട് ഞങ്ങൾ എഴുന്നേൽപ്പിച്ചിട്ട് എന്റെ ഭാര്യയുടെ മുഖം കാണുന്നു പറഞ്ഞാൽ സ്റ്റോപ്പ് യുവർ ബ്ലീഡിംഗ് നോൺസെൻസ്. ഇവർ നിങ്ങളുടെ ഭാര്യയോ? കോടതി രേഖകൾ പ്രകാരം ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 13B അനുസരിച്ച് ഈ സ്ത്രീയെ നിങ്ങൾ 31/3/97 മോർണിംഗ് 11:30 ഡിവോഴ്സ് ചെയ്തു. യു ഫോളോ മീ? എന്നിട്ടും ഈ സ്ത്രീയുമായി നിങ്ങൾക്ക് എന്താ ബന്ധം? യാതൊരു ബന്ധമില്ല. Then this is house trespassing in the midnight, which is punishable under section 456 of IPC. പാതിരാത്രിയിൽ പരസ്ത്രീയുടെ പട്ടുമെത്തയിൽ പള്ളി ഉറങ്ങാൻ ഒരു സാധാരണ പൗരന് അവകാശമില്ല. പിന്നെയാണ് ഒരു പാപ്പർക്ക് പാപ്പരെ 3 വർഷം തടവും പിഴയും. ഇതെന്തിനാണ് ഈ പുള്ളി? പാപ്പർക്ക് കണ്ടുപെടാതിരിക്കാനാണോ? താനൊന്ന് ഇറങ്ങി പോണ്ട. This is my duty. I will enter at any time, any place, any moment. ഡിവോഴ്സ് നേടി നാട്ടുകാരെ മണ്ടന്മാരാക്കിയതോ പോട്ടെ, നിയമത്തിന്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് വീണ്ടും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി സുഖിച്ച് ജീവിക്കുകയാണല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമ്മതിച്ചാൽ മതി. നിങ്ങൾക്കൊരു 7 വർഷത്തെ പ്രശ്നം വരും. അതോടെ എന്റെ ഡ്യൂട്ടി തീരും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ല. വെറുതെ കുരിശുണ്ടാക്കരുത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവരുടെ മുറി കരുത്? പറയൂ. ബോറടി മാറ്റം വെറുതെ ഒന്ന് കരുതാ. അന്യ സ്ത്രീയുടെ കിടപ്പറ നിങ്ങൾക്ക് ബോറടി മാറ്റാനുള്ള സുവാസ കേന്ദ്രമാണോ? അതും ക്രിമിനൽ ട്രസ്പാസ് സെക്ഷൻ 442. ജാമ്യം കിട്ടുകയല്ല, നോൺ ബെയിലബിൾ ഒഫൻസ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അനാവശ്യ ചിന്തയോടെ ഈ പെണ്ണുമ്പിള്ളയുടെ മുറിയിൽ വലിഞ്ഞു കയറാമെന്നുള്ള വ്യാമോഹം മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോഴേ പറിച്ചു കളഞ്ഞാരെ. രാവും പകലും ഞാൻ ഈ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടാവും. അടുത്ത 3 മാസം ഞാൻ ഈ വീടിന്റെ മുകളിൽ കാർമേഘമായി ചൂഴ്ന്നു നിൽക്കും. 90-ാം ദിവസം
ഒരു പേമാരിയായി പെയ്ത് താഴേക്ക് ഇറങ്ങുമ്പോൾ വൻ തോക്കുകൾ പലരും കടപുഴകി വീഴും. വീണവൻ കൈയോടെ കാരാഗ്രഹത്തിലാവും, വീഴാത്തവന് കോടതിയുടെ കാരുണ്യം കിട്ടും. യു അണ്ടർസ്റ്റാൻഡ്? വേഗം സ്ഥലം കാലിയാക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ? ഇപ്പൊ തന്നെ വേണം ഗെറ്റ് ഔട്ട്. നിങ്ങൾ അകത്ത് വാലടച്ചോളൂ. നിങ്ങളോടല്ല, നിങ്ങൾ പുറത്തേക്ക് പോകണം. ക്ലിയർ ദ പ്ലേസ്. വക്കീലെ, എനിക്കറിയില്ല. കക്ഷി കൊണ്ടുവന്നു, ഞാൻ ഹാജരാക്കി. ദാറ്റ്സ് ഓൾ. പ്ലീസ് ബിലീവ് മീ. മിസ്റ്റർ ബാരിസ്റ്റർ, ദിസ് ഇസ് ഫോർജറി ഓഫ് റെക്കോർഡ്. കോടതിയെ കബളിപ്പിക്കാൻ കൃത്രിമ രേഖകൾ ചമച്ചാൽ IPC സെക്ഷൻ 466 പ്രകാരം 7 വർഷം വരെ തടവും പിഴയും ലഭിക്കും. വക്കീലിന് ഭാഗ്യം ഉണ്ടെങ്കിൽ ഉണ്ടയും തിന്നാം. അല്ല, അതെനിക്കറിയാം. ആഹാ. ഈ താമ്രപത്രം എഴുതിയ ഡോക്ടറെ കുറിച്ച് വല്ല വിവരമുണ്ടോ? അതൊരു തമിഴനാ, ആ. തിരുനെൽവേലിക്കാരൻ, ആ. അരുൾ ശെൽവൻ. ഏതോ ഒരു കറസ്പോണ്ടൻസ് കോഴ്സുകാരനാ. MBBS എവിടെയാ കറസ്പോണ്ടൻസ് കോഴ്സ്? അണ്ണാൻമലൈ. അണ്ണാ മലയിൽ തന്നെ ഇരിക്കട്ടെ. എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതി. ഈ മിസ്റ്റർ മാധവൻ നായർ ആക്ച്വലി ഇമ്പോർട്ടന്റ് ആണോ? വെറുതെ സാറേ, ആളെ ചുറ്റിക്കാൻ. അയാൾക്കിപ്പോ പൊട്ടൻസിയുടെ ടെസ്റ്റ് വേണ്ടത് തലയ്ക്കാ. ഓർഗൻ ഏതാണെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അത് സാറിന് വിടുന്നു. ഇന്നിനി പൊട്ടൻസി ഉണ്ടെങ്കിൽ തന്നെ അന്നതില്ലായിരുന്നു. ഇപ്പോൾ തിരിച്ചു കിട്ടിയെന്ന് വാദിക്കാം. ഇതൊക്കെ വരാനും പോകാനും ഒരുപാട് നേരം വേണോ സാറേ? എന്തായാലും ആ തിരുനെൽവേലിക്കാരൻ ഡോക്ടർ കോടതി വരേണ്ടി വരും. വരുത്തണം. പിടിച്ച പിടിയാലേ ഡൈവോഴ്സ് കിട്ടാൻ അന്ന് അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് മനസ്സിലായി. പക്ഷെ കോടതി അത് മനസ്സിലാക്കണം. അതിന് തെളിവാണ് പ്രധാനം. അതിനാണല്ലോ തലയ്ക്ക് വെളിവുള്ള എന്നെ സർക്കാർ ഈ പണി ഏൽപ്പിച്ചത്. തന്നെ ഏൽപ്പിച്ചില്ലല്ലോ. Correct. You can go.